إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء اتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم إنكم بعد ذلك لميتون ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിയും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാഥൻ അവനേറെ ഇഷ്ടപ്പെടുന്ന ദാസരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്, നീ ഈ ദുനിയാവിൽ ഈ ഇഹലോകത്ത് ഒരു അപരിചിതനെ പോലെയായിരിക്കും. ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാവും. വകാന ഇബ്നു ഉമർ യഖൂലു ഇദാ അംസൈത ഫലാ തൻതളിറു സ്വബാഹ്, പിന്നീട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, നീ വൈകുന്നേരത്തിൽ പ്രവേശിച്ചാൽ പ്രഭാതത്തെയും പ്രഭാതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരവും നീ പ്രതീക്ഷിക്കരുത്. നിന്റെ ആരോഗ്യത്തിൽ നിന്റെ രോഗത്തിന് വേണ്ടി നീ സമ്പാദിക്കുക, നിന്റെ ജീവിതത്തിൽ നിന്റെ മരണത്തിന് വേണ്ടിയും നീ സമ്പാദിക്കുക എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപരിചിതൻ എന്ന് പറഞ്ഞാൽ, ഗരീബ് എന്ന് പറഞ്ഞാൽ, ഒരപരിചിതൻ മറ്റൊരു നാട്ടിലെത്തിയാൽ അവനവിടെ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കാറില്ല. അവൻ്റെ മനസ്സിലെപ്പോഴും തൻ്റെ സ്വന്തം നാടും അവിടേക്ക് മടങ്ങാനുള്ള ആഗ്രഹവുമായിരിക്കും. അതുപോലെ തന്നെയാണ് വിശ്വാസിയുടെ നാട് സ്വർഗമാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവാസ ലോകം പോലെയാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വഴിയാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ അപരിചിതനേക്കാൾ ഈ ദുനിയാവിനോട് ബന്ധമില്ലാത്തവനാണ്. ഒരു യാത്രക്കാരൻ തൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള വാഹനം, ഭക്ഷണം തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമേ കൂടെ കരുതാറുള്ളൂ. അനാവശ്യമായ ഭാരങ്ങൾ അവൻ പേറാറില്ല. ദുനിയാവിനെ ഒരു പാലമായി മാത്രം കണ്ട് പരലോകത്തേക്ക് ആവശ്യമായ സൽക്കർമ്മങ്ങൾ മാത്രം ശേഖരിക്കാനാണ് ഈ ഉപമയിലൂടെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ ഉപദേശം കേട്ടതോടുകൂടി ഇബ്നു ഉമർ
ജീവിതം മാറി മറിഞ്ഞു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ചരിത്രങ്ങൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. സ്വതക്ക കൂടുതലായി നൽകുകയും അടിമമോചനം അത് നല്ല രീതിയിൽ നടത്തുകയും ഒക്കെ സ്വഹാബാക്കൾ ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ ജീവിതത്തിൽ ആഗ്രഹങ്ങൾക്കും ആശകൾക്കും അന്ത്യമില്ലാത്തതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നീ രാവിലെ പ്രവേശിച്ചാൽ വൈകുന്നേരത്തെ നീ പ്രതീക്ഷിക്കരുത്. നീ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നീ പ്രഭാതത്തെയും രാവിലെയും നീ പ്രതീക്ഷിക്കരുത് എന്ന് പറയാണ്. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? മരിക്കുമെന്ന് ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. സൂറത്തുൽ മുഅ്മിനൂനിലെ 15 ആയത്തുകൾ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞ ശേഷം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൂട്ടിച്ചേർക്കുന്നത് സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ, പിന്നീട് തീർച്ചയായും നിങ്ങൾ അതിനുശേഷം മരിക്കുന്നവരാകുന്നു എന്ന് പറയുന്നുണ്ട്. വിശ്വാസികളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് 1-ാമത്തെ ആയത്തിൽ തുടക്കം കുറിച്ചിട്ട് ആരാണ് വിജയിച്ചവർ എന്ന് പറഞ്ഞതിന് ശേഷം മനുഷ്യോൽപത്തിയുടെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ചില ആയത്തുകളിൽ അത് വിശദീകരിച്ചതിന് ശേഷം മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് കൃത്യമായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസിയായ ഒരു മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയാണ്, അതിനുശേഷം തീർച്ചയായും നിങ്ങൾ മരിക്കുന്നവരാകുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ മരണം എപ്പോഴാണ് എന്നറിയില്ല എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സൃഷ്ടാവായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന് മനസ്സിലാക്കി കൊടുക്കുന്നത്. അള്ളാഹുവിനെ മാത്രം അറിയുന്ന 5 കാര്യങ്ങളെ എണ്ണിപ്പറയുന്നിടത്ത് വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ, നാളെ എന്താണ് താൻ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഒരാളും അറിയുന്നതല്ല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്ത്, എവിടെ വെച്ചാണ് ഒരു മനുഷ്യൻ മരിക്കുന്നത് എന്നും ഒരാൾക്കും അറിയാൻ സാധ്യമല്ല. തീർച്ചയായും ഇന്നല്ലാഹ അലീമുൻ ഖബീർ, നിശ്ചയമായും അല്ലാഹു സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവരാണ് എന്നത് സൂറത്തുൽ ഖുർആനിലെ 31-ാമത്തെ സൂറത്തിലെ 34-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരാം. മരണം ഏത് സമയത്തും നമ്മെ പിടികൂടാം എന്നുള്ളതാണ്. അത് വിനോദ യാത്രയിലായിരിക്കെ ഒരു പക്ഷെ മരണം പിടികൂടിയേക്കാം, അല്ലെങ്കിൽ വിനോദങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കം നടത്തുമ്പോൾ മരണം പിടികൂടിയേക്കാം. വാൽപ്പാറയിലെ ദുരന്തം നമ്മുടെ മനസ്സിനെ സങ്കടപ്പെടുത്തിയതും കണ്ണുനീരടിയിച്ചതുമാണ്. തൃശ്ശൂരിലെ വെടിക്കെട്ട് ശാലയിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട 15 പേരും വാൽപ്പാറയിലെ അപകടത്തിൽ മരണപ്പെട്ട 10 പേരുമടക്കം ഒരാഴ്ചക്കുള്ളിൽ മരണമടഞ്ഞ 25 പേരുടെ കണക്ക് നമ്മുടെ കൈവെള്ളയിലുണ്ട്. അവർ ആരൊക്കെയായിരുന്നു എന്നും അവരുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയായിരുന്നു എന്നും നമുക്ക് കൃത്യമായി അറിവുണ്ട്. പത്രത്താളുകളിൽ നിന്നും സോഷ്യൽ മീഡിയകളിൽ നിന്നും നമ്മളത് വായിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മരണമെന്ന് പറയുന്നത് ഏത് നിമിഷത്തിലും നമ്മെ പിടികൂടാം എന്നുള്ളത്. അത് വിനോദയാത്രയിലായിരിക്കാം, വിനോദത്തിലുള്ള ഒരുക്കത്തിലായിരിക്കാം, നമ്മൾ ജോലി ചെയ്യുമ്പോഴായിരിക്കാം, മറ്റ് പല സന്തോഷവേളകളിലും നമ്മളെ ആ സന്തോഷങ്ങളെ തകർച്ചു കളയുന്ന അതിഥിയായിക്കൊണ്ട് മരണം നമ്മെ പുൽകാം എന്നത് കൃത്യമായും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ മരണത്തെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ജീവിതത്തിലെ വിഭവങ്ങൾ കുറയുമ്പോൾ വല്ലാത്ത ശ്രദ്ധയാണ് നമുക്ക്. സമ്പത്ത് കുറയുമ്പോൾ, മൊബൈൽ ഫോണിലെ നമ്മുടെ ചാർജ് കുറയുമ്പോൾ, അല്ലെങ്കിൽ അതിലെ ബാലൻസ് തീർന്നു കഴിയുമ്പോൾ, ബാങ്ക് ബാലൻസ് കുറയുമ്പോഴൊക്കെ മനസ്സിനെ ആകുലപ്പെടുത്തുന്നുണ്ട് എങ്കിൽ, മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് എങ്കിൽ, നമ്മൾ ആ ഒരു ജീവിതത്തെക്കുറിച്ച് വലിയ രീതിയിൽ ആകുലപ്പെടുന്നുണ്ട് എങ്കിൽ, ജീവിതം തന്നെ അവസാനിക്കുന്നതിനെ കുറിച്ച് യാതൊരു രീതിയിലുമുള്ള ആദിയില്ലാത്തവനായി മനുഷ്യൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സകല ആനന്ദത്തിന്റെയും അന്തകനാണ് മരണം എന്നുള്ളത്. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാതി യഗ്നി അൽ മൗത്ത്. പ്രവാചകൻ പറയാണ്, സർവ്വസുഖങ്ങളുടെയും അന്തകനായിക്കൊണ്ടാണ് മരണം നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരിക. ചിലപ്പോൾ ആനന്ദത്തിന്റെ ഏറ്റവും ഉന്നതമായ ചില നിമിഷങ്ങളിൽ ജീവിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങളെ മരണം
പിടികൂടുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നമ്മൾ മരണപ്പെടുകയാണ് എങ്കിൽ, ഈ ദിവസം നമ്മൾ അള്ളാഹുവിലേക്ക് യാത്ര പോവുകയാണ് എങ്കിൽ, ഞാൻ പിണങ്ങി നിൽക്കുന്നവർ, ഞാൻ ഉപദ്രവിച്ചവർ, കുറ്റപ്പെടുത്തിയവർ, ഞാൻ പരിഹസിച്ചവർ, അതേപോലെ ഞാൻ വഞ്ചിച്ചവർ, അവരൊക്കെ എൻ്റെ മയ്യത്തിനെ കാണാൻ, എന്നെക്കുറിച്ച് ഓർക്കാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എനിക്ക് വേണ്ടി എന്നെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാൻ അവർ മുതിരുന്നവരാണ്. നമ്മുടെ മുന്നിലേക്ക് അവർ വരും. നോക്കൂ നിങ്ങളെ, സാമ്പത്തിക രംഗം എത്രത്തോളം മോശമാകാൻ കഴിയുന്നുമോ അത്രത്തോളം മോശമായൊരു കാലഘട്ടമാണ്. സാമ്പത്തികത്തിന്റെ പേരിൽ ലോൺ ആപ്പുകളും മറ്റുമായൊക്കെ യുവതലമുറ നശിക്കുന്നത് കാണുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, ലോൺ ആപ്പുകളിൽ നിന്ന് നിസ്സാരമായ എവിഡൻസുകൾ, പ്രൂഫുകൾ കൊടുത്താൽ അതനുസരിച്ച് പണം, അവർക്ക് വേണ്ട പൈസയെ, ഒരു നിമിഷത്തേക്ക് ആവശ്യമുള്ള, ഒരു സമയത്തേക്ക് ആവശ്യമുള്ള പൈസയെ വാങ്ങി പിന്നീട് തൻ്റെ കുടുംബാംഗങ്ങളെ പോലും അപമാനിക്കുന്ന രീതിയിലേക്ക് അവൻ്റെ ജീവിതത്തെ കൊണ്ടെത്തിക്കുകയും അവസാനം ആത്മഹത്യയിൽ ഇടം പ്രാപിക്കുകയും ചെയ്യുന്ന യുവതലമുറയെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയുവാനുള്ളത്. കടം, പലിശ, മറ്റൊരുപാട് ചൂതാട്ടങ്ങൾ, ഇതിലെല്ലാം പെട്ടുകൊണ്ട് സാമ്പത്തിക രംഗം തന്നെ വലിയ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇവിടെയാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളായ ആളുകളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൻ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടത് എന്തെന്ന് ആലോചിച്ചു കൊള്ളട്ടെ, അതിന്റെ മുന്നൊരുക്കം നടത്തിക്കൊള്ളട്ടെ. വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കുക, തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു എന്നുള്ളതാ. നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന ചോദ്യം ഒരു വിശ്വാസിയുടെ മുന്നിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വെക്കുകയാണ്. നാളേക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? മക്കൾക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഭാര്യയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പലതും സാമ്പത്തികമാകട്ടെ, അല്ലെങ്കിൽ കെട്ടിടങ്ങളായിക്കൊണ്ടാകട്ടെ, ബിസിനസ് രംഗത്തെ ശക്തി പെടുത്തിക്കൊണ്ടാകട്ടെ, ഏത് രീതിയിലും നമ്മുടെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ നാളേക്ക് വേണ്ടി ഞാനും നിങ്ങളും എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? നാളെ എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കുന്ന ഒരു രംഗമുണ്ട് നമുക്കെല്ലാവർക്കും. അവിടെ റബ്ബിനോട് തല ഉയർത്തിക്കൊണ്ട് മറുപടി പറയാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. എങ്ങനെ മരിക്കും എന്നതല്ല, മരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതു ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ എവിടെയായിരുന്നാലും കെട്ടിയുണ്ടാക്കപ്പെട്ട കോട്ടകൾക്കുള്ളിൽ ഭദ്രമായി നിങ്ങൾ ഇരിക്കുകയാണ് എങ്കിലും യുദ്രിക്കുമുൽ മൗത്ത വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, യുദ്രിക്കുമുൽ മൗത്ത്, ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. സുരക്ഷിതമായ, അടച്ചുറപ്പുള്ള വീടിനകത്ത് കിടന്നുറങ്ങിയ കുട്ടികളാണ് പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടത്. എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമുള്ള നീന്തൽ കുളത്തിലാണ് 8 വയസ്സുകാരൻ മുങ്ങി മരിക്കുന്നത്. കോട്ടയത്ത് റിസോർട്ടിൽ വെച്ച് 8 വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥി, ഒരു ബാലൻ മുങ്ങി മരിച്ചു. എല്ലാവിധ സുരക്ഷിതത്വത്തോടും കൂടിയും ഞങ്ങൾ നിങ്ങൾക്ക് ഇതാ നൽകുന്നു എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് നീന്തൽക്കുളത്തിൽ കുഞ്ഞ് മുങ്ങി മരിച്ചു. കല്യാണം കഴിഞ്ഞ് വരവേ, ആ സന്തോഷം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി വരവേ പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരുമാനം പോലെയല്ല. ഏത് നിമിഷവും നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും എന്നുള്ളതാ. നിങ്ങൾ എവിടെ തന്നെ പോയി ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. സകല പ്രൊട്ടക്ഷനോടും കൂടി സുരക്ഷാ ഭിത്തി അടക്കം പണിത് നമ്മൾ ഇരിക്കുക, എല്ലാം ഓക്കെയാണ്. പക്ഷേ അവിടെയും അള്ളാഹുവിന്റെ വിധി അവനെ തേടി വരുമെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇദാ ഖളിയല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർളിൻ ജഅല ലഹു അലൈഹാ ഹാജതൻ ഔ ഖാല ബിഹാ ഹാജ. ഒരു മനുഷ്യൻ ഇന്ന സ്ഥലത്ത് വെച്ച് മരിക്കണമെന്ന് അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അവൻ
ആവശ്യമുണ്ടാക്കി കൊടുക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കണ്ണൂരിൽ ഇന്നലെ ഒരു മനുഷ്യൻ, ഒരു യുവാവായ മനുഷ്യൻ സൂര്യന്റെ ചൂട് കൊണ്ട് മരണപ്പെട്ടു, വെയിലേറ്റ് മരണപ്പെട്ടു. സൂര്യാഘാതം നമ്മൾ പറയാറുണ്ടല്ലോ. 37 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ സൂര്യാഘാതമേറ്റ് മരണപ്പെട്ടു എന്ന വാർത്ത നമ്മൾ വായിച്ചവരാണ്. മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ട് സഹോദരന്മാരെ. മരണമെന്നത് യാഥാർത്ഥ്യമാണ്, എന്നെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ആർക്കും അതിനെ തട്ടിമാറ്റിക്കളയാനാകില്ല, അതിൽ നിന്ന് ഓടിയൊളിക്കാനുമാവില്ല. നമുക്ക് ചെയ്യാനുള്ളത് മരണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുക എന്നതാണ്. നമ്മുടെ അശ്രദ്ധ എത്രത്തോളമാണ്. ഉണരുമ്പോൾ പോലും നമ്മൾ ചെല്ലുന്നത് അല്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പ്രാർത്ഥിക്കുന്നവരല്ലേ. ഒരു വാഹനത്തിൽ കയറുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഞങ്ങൾ നിശ്ചയം നിന്റെ അടുക്കലേക്കാണ് റബ്ബേ ഞങ്ങളുടെ മടങ്ങിവരവ് എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. വെറുതെ ചൊല്ലുക എന്നതിനപ്പുറത്തേക്ക് അർത്ഥമറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? മുസ്ലിമായി മരിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ മുസ്ലിമായി മരിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുണ്ട്, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും അതേപോലെ തന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമെന്ന. സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകനാണ്. എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്? കിണറ്റിൽ വീണപ്പോഴാണോ? ആ കിണറ്റിൽ നിന്നൊരു കൂട്ടം ആളുകൾ എടുത്തത് വിറ്റപ്പോഴാണോ? അല്ലെങ്കിൽ ആ രാജ്ഞിയുടെ കുതന്ത്രത്തിൽ പെട്ടുകൊണ്ട് ആ ജയിലറക്കുള്ളിൽ അടച്ചപ്പോഴാണോ? അല്ല. സർവാധിപനായി എല്ലാ രീതിയിലും അധികാരവും കൈയാളുന്ന ഒരു കാലഘട്ടം വന്നിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. മാതാപിതാക്കളുടെ കൂടെ, സഹോദരങ്ങളുടെ കൂടെ ഈജിപ്ത് ഭരിക്കുന്ന ഭരണം ലഭിച്ചതിന് ശേഷം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഭൗതികകരമായ എല്ലാ സുഖങ്ങളുടെയും ഏറ്റവും മുകളിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കണേ, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായി കൊണ്ട് മരിപ്പിക്കുകയും അതേപോലെ തന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നീ ആക്കുകയും ചെയ്യണമേ എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് സമയമില്ല. ഖബർ സന്ദർശിക്കാൻ പോയാൽ പോലും നമ്മൾക്ക് മരണഭയം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഖബർ സന്ദർശനം മരണത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഫസൂറുൽ ഖുബൂറ ഫഇന്നഹാ തുദക്കിറുൽ മൗത്ത്, നിങ്ങൾ ഖബർ സന്ദർശിക്കുക, അത് തുദക്കിറുൽ മൗത്താണ്, നിങ്ങളുടെ മരണത്തെക്കുറിച്ച് നിങ്ങളെ ഒരുപാട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളത് സന്ദർശിച്ചു കൊള്ളുക എന്ന് പറയാം. നോക്കൂ, നമ്മൾക്ക് മരണത്തെ ഓർക്കാൻ കഴിയുന്നുണ്ടോ? ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ചില അനുഗ്രഹങ്ങളും കാരണം നമ്മൾ ആ മരണത്തെ പാടെ മറന്നു കളഞ്ഞിരിക്കുന്നു. മയ്യത്ത് മറമാടുമ്പോൾ പോലും ചിരിയും അതേപോലെ തന്നെ ദുനിയാവിലെ ചിന്തകളും രാഷ്ട്രീയ ചർച്ചകളുമാണ് നമ്മുടെയൊക്കെ സംസാരങ്ങളിൽ വരുന്നത്. താബിഈയായ അദ്ദേഹം പറയാണ്, ഞങ്ങൾ ജനാസയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. ആ ജനാസയിൽ പങ്കെടുക്കുമ്പോൾ തേങ്ങലിന്റെ ആധിക്യം കാരണം ആ മരിച്ച മയ്യത്തിന്റെ ബന്ധുക്കൾ ആരാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നില്ല എന്ന് പറയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ഉപ്പയുടെ ഉമ്മയുടെ ഏറ്റവും അടുത്തവരുടെ കൂടെ കിടന്നവരുടെ കൂടെ നമ്മുടെ കൂടെ ജോലിസ്ഥലത്ത് വർഷങ്ങളോളം ഉണ്ടായിരുന്നവരുടെ പരിചയക്കാരുടെ ബന്ധുക്കളുടെ ആത്മസുഹൃത്തുക്കളുടെ ഒക്കെ മയ്യത്ത് ആറടി മണ്ണിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുമ്പോ നമ്മുടെ മനസ്സ് തേങ്ങിയിരുന്നോ? നമ്മുടെ കണ്ണുകൾ ഇറങ്ങണിരുന്നോ? നാളെ ഇതേ അവസ്ഥയിലേക്ക് ഞാനും പോകാനുള്ളതാണ് റബ്ബേ എന്ന ചിന്ത നമുക്കുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഏത് നിമിഷവും എന്നെയും ഇതിലേക്ക് ഇറക്കി വെക്കപ്പെടുന്നതാണ് എന്ന ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നോ? സ്വഹാബാക്കൾക്കുണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വഹാബി 3 തവണയാണ് സ്വർഗ്ഗത്തെക്കുറിച്ച് ഉസ്മാൻ ഫിൽ ജന്ന എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ അരികിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ താടി രോമങ്ങൾ നനയുമാറ് കണ്ണുനീർ വരുമായിരുന്നു എന്നുള്ളത്, കരയുമായിരുന്നു എന്നുള്ളതാണ്. ആ ഖബറിലേക്ക് പോകുമ്പോൾ, ആ ഖബറിന്റെ അരികിൽ റോഡിലൂടെ പോകുമ്പോൾ അസ്സലാമു അലൈക്കും യാ ദാറൽ ഖൗമിൽ മുഅ്മിനീൻ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ എന്ന പ്രാർത്ഥന പോലും കൃത്യമായി അറിയാത്തവരാണ് നമ്മൾ. മരണത്തെക്കുറിച്ച് ഓർക്കാത്തവരാണ് നമ്മൾ. മരണത്തിന്റെ ഭയാനകതയെക്കുറിച്ച് ഓർമ്മിക്കാത്തവരാണ് നമ്മൾ. ഒരു മയ്യത്ത് കട്ടിലിനും ഒരു ഖബർ
മരിച്ചു പോയിരിക്കുന്നു എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന ബോധം ഓരോ മനുഷ്യനും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളുക. മരണം അതേത് നിമിഷവും നമ്മളെ പിടികൂടും. മരണത്തിന്റെ വാർത്തകളാണ് എങ്ങും കേൾക്കാൻ കഴിയുന്നത്. സാധാരണയിൽ കൂടുതലുള്ള മരണ വാർത്തകൾ, അതും അതിദാരുണമാംവിധമുള്ള മരണ വാർത്തകൾ, അപകടങ്ങൾ, പൊട്ടിത്തെറികൾ, ആക്സിഡന്റുകൾ, മറ്റനേകം മരണ വാർത്തകൾ നമ്മൾ ദിനേന കേൾക്കുകയാണ്. മുന്നറിയിപ്പാണ്, മുന്നറിയിപ്പാണ്. എനിക്കും നിങ്ങൾക്കുമുള്ള മുന്നറിയിപ്പാണ്. നിങ്ങളുടെയും സമയം അത് നിങ്ങൾ നിശ്ചയിക്കുന്ന സമയത്തല്ല, റബ്ബ് നിശ്ചയിക്കുന്ന സമയത്ത് മരണത്തെ പുൽകാൻ തയ്യാറായി കൊള്ളുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലെ അവസാനത്തെ ആ വാക്ക് പറയുന്നത്, വഖുദു മിൻ സിഹ്ഹതിക ലിമറളിക വമിൻ ഹയാതിക ലിമൗതിക. നിന്റെ ആരോഗ്യം അത് നീ എടുത്തുകൊള്ളുക മരണത്തിന് മുൻപുള്ള, നിന്റെ ജീവിതത്തെ നീ എടുത്തുകൊള്ളുക മരണത്തിന് മുൻപുള്ള നിന്റെ ആരോഗ്യം നീ എടുത്തുകൊള്ളുക. നിന്റെ രോഗത്തിന് മുന്നുള്ള ആരോഗ്യത്തെ നീ മുതലാക്കിക്കൊള്ളുക. മരണത്തിന് മുന്നുള്ള നിന്റെ ജീവിതത്തെ അതും നീ മുതലാക്കിക്കൊള്ളുക. നീ അത് അതിൻ്റെതായ രീതിയിൽ അത് കാണുക എന്നുള്ളതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അല്ലേ, കണ്ണ് കാണുന്നുണ്ട്, ഖുർആൻ ഓതുന്നില്ല, നമ്മൾ ബാങ്ക് കേൾക്കുന്നുണ്ട്, ഇമാം അലല്ലാഹി എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ നമ്മൾ ഉണ്ടാകുന്നില്ല. എന്നാൽ മരണപ്പെട്ടാൽ പിന്നെ ഒരു സുജൂദ് പോലും പോയിട്ട് ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ പോലുമുള്ള ഒരു അവസരം പോലും നമുക്കില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വഴിയാത്രക്കാരാണ്, നമ്മൾ വഴിയാത്രക്കാരാണ്. എങ്ങു നിന്നോ വന്ന അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഈ ഭൂമിയിലേക്ക് ഒരു ചെറിയ കുഞ്ഞായി ജനിച്ചു വീണവൻ, പിന്നീട് അധികാരവും സമ്പത്തും അള്ളാഹുവിന്റെ അനുഗ്രഹവും കൊണ്ട് വളരെ വലുതായവൻ, ഇനി ഒരു യാത്രയാണ്, അത് റബ്ബിലേക്കുള്ള യാത്രയാണ്. ആ റബ്ബിലേക്കുള്ള യാത്രയിൽ അവനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷത്തോടു കൂടി കണ്ടുമുട്ടാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അങ്ങനെ സ്വർഗം കരസ്ഥമാക്കാൻ കഴിയുന്ന ആൾക്കാരിൽ നമ്മൾ ഉൾപ്പെടണം. അത്രക്കാരിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിയും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിതം ക്രമപ്പെടുത്തുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിശക്തമായ ചൂടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ചൂടാണ്, മുൻപെങ്ങും അനുഭവിച്ചിട്ടില്ലാത്തത്രയും ശക്തമായ പ്രയാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ തയ്യാറാക്കി വെച്ച AC-കൾക്കൊന്നും തണുപ്പ് ഏകാൻ കഴിയാത്തൊരവസ്ഥയാണ്. തീർച്ചയായും റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഈ കഠിനമായ ചൂടിൽ നിന്ന് രക്ഷ തേടാൻ റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നല്ല രീതിയിൽ തന്നെ നടത്തണം നമ്മൾ, എങ്കിലേ അതിൽ നിന്ന് രക്ഷ നേടുകയുണ്ടാകുള്ളൂ. അതേപോലെ തന്നെ വെള്ളം അത് സൂക്ഷിച്ചുപയോഗിക്കുക. ധാരാളം വെള്ളമുണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് അമിതമായി ഉപയോഗിച്ചുകൊണ്ട് ആ ജലത്തെ, അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ നമ്മൾ അത് വെറുതെ ഒഴിവാക്കി കഴിഞ്ഞു. കാരണം ഒരു മാസമോ അല്ലെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ അതിശക്തമായ ഒരു വരൾച്ചയിലേക്ക് നമ്മൾ പോയേക്കാം. അതുകൊണ്ട് സൂക്ഷിച്ചുപയോഗിക്കുക. അയൽവീടുകളിലൊക്കെ വെള്ളമില്ലാത്തവർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് വെള്ളം കൊടുത്ത് അവർക്കൊരു ആശ്വാസം നൽകുക. അതൊക്കെ റസൂൽ പഠിപ്പിച്ച കാര്യമാണ്. അതേപോലെ തന്നെ ജീവിതത്തിൽ യൂസുഫ് നബിയുടെ പ്രാർത്ഥന പഠിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുക. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന പ്രാർത്ഥന ജീവിതത്തിൽ പാലിക്കുക. അതേപോലെ തന്നെ ദീൻ പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. MSM-ന്റെ ഒക്കെ ബാലവേദി കുട്ടികൾ, പുതുതലമുറക്കാർ വലിയ രീതിയിലുള്ള ചില അവധിക്കാല ക്ലാസ്സുകളുമായി നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അവർ വരുമ്പോൾ സ്വീകരിക്കുകയും ആ പ്രായത്തിലുള്ള നമ്മുടെ മക്കളെ അതിലേക്ക് പങ്കെടുപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമെന്നാഥ. ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോകുന്ന സന്ദർഭങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചോദിച്ചൊരിച്ച് മരണപ്പെട്ടു പോകുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്നാഥ. അല്ലാഹുവേ, ശക്തമായ ചൂടാണ്, ഞങ്ങൾക്ക് നീ ആ ചൂടിനെ ശമിപ്പിക്കാനുള്ള മഴ തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമെന്നാഥ. അല്ലാഹുവേ, ശക്തമായ ചൂടാണ്, ആ ചൂടിൽ നിന്ന് മഴ നൽകിക്കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമെന്നാഥ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന
ഒരുപാട് ആളുകളുണ്ട് നാഥ. അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കണമേ നാഥ. മുസ്ലിമായി ജീവിക്കുന്നതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നാഥ. അവർക്ക് നീ ഇസ്സത്തും അതേപോലെ നിന്റെ റഹ്മത്തും പ്രദാനം ചെയ്യണമേ നാഥ. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف النفوس صرف نفوسنا على ملتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين.